ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അതേപോലെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്. ഇതിനകത്ത് ആദ്യം ഒരു വിഷയം പറയാം. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ സെൻകോമിൻ്റെ ചീഫാണ്. സെൻകോം എന്ന് പറയുന്നത് US-ൻ്റെ പെൻറ്റഗണിലുള്ള സെൻട്രൽ കമാൻഡിങ് യൂണിറ്റ് ആണ്. അതായത് എവിടെയെങ്കിലും ആക്രമണങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് പോയിന്റ് ഓഫ് കമാൻഡ് ഇവിടെ നിന്നാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, സെൻകോമിൽ നിന്ന്. സെൻകോമിൻ്റെ ഒരു യൂണിറ്റ് ഖത്തറിലുള്ള അൽ ഉദൈദ് ബേസിലും ഉണ്ട്. അതാണ് ആ ബേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ടെങ്കിലും അവിടെയെങ്ങും സെൻകോം ഇല്ല. സെൻകോമിൻ്റെ യൂണിറ്റ് ഉള്ളത് അൽ ഉദൈദ് എന്ന് പറഞ്ഞ ഖത്തറിൻ്റെ ബേസിലാണ്, ഈ മിഡിൽ ഈസ്റ്റ് ഭാഗത്തുള്ളത്. ഓക്കെ, അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സെൻകോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻകോമിൻ്റെ തലപ്പത്തുള്ള വ്യക്തിയായിട്ടുള്ള മൈക്കേൽ ഗൊറില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇസ്രായേലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇസ്രായേലിൽ അതായത് 2-3 ദിവസങ്ങളും കൊണ്ട് CIA-യുടെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നല്ല രീതിയിലുള്ള മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കേസിൻ്റെ വിചാരണയൊക്കെ നീക്കിവെച്ചതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചർച്ച നല്ല രീതിയിൽ പുരോഗമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ സെൻകോമുമായിട്ട് ക്ലോസ് ഡോർ മീറ്റിംഗ് ആണ് നടത്തിയത്. എന്താണ് നടത്തിയതിനെ കുറിച്ച് ഒരു വിവരമില്ല. ഈ സെൻകോം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം, ആക്രമണങ്ങളെക്കുറിച്ചുള്ള, പ്രിസൈസ് അറ്റാക്കുകളെക്കുറിച്ചുള്ള, ഏതൊക്കെ ടാർഗറ്റ്, എവിടെയൊക്കെ മിഷൻസ് നടത്താനുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് ആയിരിക്കണം അവിടെ സംസാരിക്കുക. കാരണം ഈ സെൻട്രൽ കമാൻഡ് യൂണിറ്റുമായിട്ട് സംസാരിക്കാൻ വേറെ വിഷയങ്ങളൊന്നുമില്ല. അത് എപ്പോൾ അറ്റാക്ക് നടത്തണം, ഏത് സാഹചര്യത്തിൽ നടത്തണം, ഏത് സമയത്താണ് നിങ്ങൾക്ക് അമേരിക്കയുടെ സഹായം ആവശ്യമുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനാണ് അവിടെ സെൻകോം വന്നിട്ടുള്ളത്. അല്ലാതെ ഇതിൽ കൂടുതൽ വേറെ ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കാനില്ല. പക്ഷേ എന്നാലും ക്ലോസ് ഡോർ മീറ്റിംഗ് ആണ്. എന്താണ് സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങളൊന്നും ഒരു പത്രത്തിലും പ്രിന്റ് ചെയ്ത് വന്നിട്ടില്ല. അതാദ്യം മനസ്സിലാക്കണം. പക്ഷേ സെൻകോമിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വെച്ചത്. ഇപ്പം ഇന്നലെ മുതലേ ഇറാൻ്റെ എയർ സ്പേസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറാൻ്റെ എയർ സ്പേസ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഭാഗികമായിട്ടൊക്കെ തുറന്നതാണ് ഒരു സൈഡിൽ, 2 ദിവസങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇന്നലെ അവർ സഡൻലി അവരുടെ എയർ സ്പേസ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ മാത്രമാണ് 1-2 അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സ് നടത്തുന്നതായിട്ട് റഡാറിലൊക്കെ പതിഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ എംറ്റി ആണ് ഇറാന്റെ മേളിൽ. ഇനി അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അമേരിക്ക 2 ദിവസങ്ങളായിട്ട് തന്നെ അവരുടെ പൗരന്മാരെ ഇറാഖിന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകണം എന്നുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുടരെ പറയുന്നുണ്ട്. അതായത് US പൗരന്മാർ ഇറാഖിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഇറാന്റെ ഉള്ളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം രാജ്യം വിടുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു വീഡിയോ വെക്കാം, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോളൂ. ഇതിൽ കുറേ ബസ്സുകളാണ്, ഷട്ടിൽ ട്രിപ്പുകളാണ് പോകുന്നത്. അപ്പോൾ ഈ ഷട്ടിൽ ട്രിപ്പുകൾ എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ സിറ്റിസൻസ്, അതായത് അഫ്ഗാൻ പൗരന്മാരെ എടുത്തുകൊണ്ട് ഇത് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലോട്ട് പോവാണ്. അവിടെ ചെന്ന് ഇവരെ ഇറക്കി വിടും. ബോർഡറിന്റെ അവിടെ ചെന്ന് ഇവരെ ഇറക്കി വിടുക, അതാണ് ദൗത്യം. അതായത് ഏതാണ്ട് പെർ ഡേ 35,000 അഫ്ഗാനിസ്ഥാനികളെ ഇറാൻ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഗതി. കാരണം വേറെ ഒന്നുമില്ല, മൊസാദ് പേടി. ഇവരെല്ലാം മൊസാദിന്റെ ഏജന്റുകളാണെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഈ മൊസാദിന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഇറാൻ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും ആക്ടിവിറ്റീസിലെല്ലാം ഇടപെട്ടതായിട്ട് കണ്ടെത്തിയത് ഈ അഫ്ഗാനികളെയാണ്. ഇവരാണെങ്കിൽ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ മൊസാദിനെ കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താണ്, ഇവർ പറയും ഈ പോയിന്റ് മുതൽ ഈ പോയിന്റിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഡ്രൈവറായിട്ടാണ് കൊണ്ടുവന്നത്, അതിലുപരിയായിട്ട് എനിക്ക് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ ഈ പെട്ടികൾ ഇവിടെ നിന്നും ഇന്ന സ്ഥലത്ത് നിന്നും ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. ആ പെട്ടിക്കകത്ത് എന്താണെന്നോ അല്ലെങ്കിൽ ആ പെട്ടി തന്നതാരാണെന്നോ ഈ പെട്ടി ആരെടുത്ത് കൊടുക്കണമെന്നോ ഒന്നും അറിയത്തില്ല. ഇതൊരു ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഈ പോയിന്റ് മുതൽ ആ പോയിന്റ് വരെ, ഇത് മാത്രമേ ഇയാൾക്ക് അറിയുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇവർക്ക് അറിയില്ല. ആ രീതിയിലാണ് കംപ്ലീറ്റ് ഗ്ലൂമി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാൻ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് ഈ മൊസാദ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ആ സാഹചര്യത്തിലാണ് മൊസാദ് കുറേ കുറിപ്പുകൾ ഇറക്കി വിട്ടിട്ടുണ്ട്. കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് ആണ്. ആ പോസ്റ്റിങ്ങിൽ ശരിക്കും അവർ ഫാർസി ലാംഗ്വേജിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറാന്റെ ഉള്ളിൽ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ മെസ്സേജുകൾ. അതിലൊരു മെസ്സേജാണ്, IRGC നിങ്ങൾക്കുള്ള സാലറി ഈ മാസം കുറച്ച് താമസിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. ആർക്ക്? IRGCക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ IRGCക്ക് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം, അകൽച്ച പാലിക്കണം. കാരണം അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവനും കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണത്. അതായത് മൊസാദ് ടാർഗറ്റിംഗ് സീനിയർ IRGC ഒഫീഷ്യൽസ് അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ആ മിഷൻ ഇസ് ഓൺ എന്നാണ് മൊസാദ് ഈ മെസ്സേജിലൂടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ പറഞ്ഞു വെക്കുന്നത്, നിങ്ങളുടെ ആസ്ഥാനങ്ങൾ, IRGCയുടെ ബേസ്, IRGCയുമായിട്ട് ബന്ധപ്പെട്ട
മിലിറ്ററി സ്ഥാപനങ്ങൾ എവിടെയെങ്കിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ പോയി നിൽക്കാൻ പാടില്ല, അവിടെ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ള മെസ്സേജും കൂടി പറയുന്നുണ്ട്. അതായത് ശരിക്കും ഇത് എന്താണ് ശരിക്കും മൊസാദ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സൈക്കോളജിക്കൽ വാർഫെയർ ആണിത്. ശരിക്കും സൈക്കോളജിക്കലി തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓൾറെഡി തന്നെ ഇപ്പം IRGCക്കുള്ളിൽ ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ, ആരൊക്കെയാണ് മൊസാദിന്റെ ഏജന്റ്, ആരൊക്കെയാണ് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇറാന് വേണ്ടി നിൽക്കുന്ന IRGC ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ ഖുദ്സ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ, ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ. അവർ തന്നെ ഫേസ് ടു ഫേസ് കാണുമ്പോഴത്തേക്കും യവൻ മൊസാദിന്റെ ഏജന്റ് ആണോ അല്ലെങ്കിൽ ഇവൻ മൊസാദിന്റെ ഏജന്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യം അവരുടെ ഉള്ളിൽ തന്നെ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ ഒരു കൺഫ്യൂഷൻ IRGCക്കുള്ളിൽ മൊസാദ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമേരിക്കയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ B2 ബോംബറും ബങ്കർ ബസ്റ്ററും ഇസ്രായേലിന് തന്നെ കൈമാറിയാൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലുള്ള ആലോചനയാണ് അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നത്. കാരണം ഇറാനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് ഇസ്രായേലിന്റെ ദൗത്യമാണ്. അപ്പൊ അമേരിക്കയുടെ കോൺഗ്രസിന്റെ ഉള്ളിലെ ആ സെനറ്റിനുള്ളിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ B2 ബോംബറും ഈ ബങ്കർ ബസ്റ്ററൊക്കെ എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ഇറാന്റെ മേളിൽ കൊണ്ടിടുന്നത്? അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു യുദ്ധത്തിൽ ഇൻവോൾവ് ആയതുപോലത്തെ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടത്. അതും തന്നെ ഇസ്രായേലിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ, കാര്യങ്ങളൊക്കെ തീരും. അതായത് B2 ബോംബറും ബങ്കർ ബസ്റ്ററും ഞങ്ങൾ ഇസ്രായേലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊരു പ്രസ്താവന മാത്രം പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. US ചില ഉദ്യോഗസ്ഥർ അവരെ ഹെൽപ്പ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് പോവും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, തീരും. അതിന് പകരം നേരിട്ട് അമേരിക്ക തന്നെ ഇറങ്ങി ബോംബിംഗ് ചെയ്തത് കൊണ്ടാണ് ഈ മിഡിൽ ഈസ്റ്റ് മേഖലകളിലുള്ള അമേരിക്കൻ ബേസിനെ ഇറാൻ ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറിയത്. അപ്പോൾ ആ സിറ്റുവേഷൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും, അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു അപ്രോച്ച് നടത്തുന്നെങ്കിൽ അത് ഇസ്രായേലിനെ മാത്രം വെച്ച് ഒറ്റയ്ക്ക് ഇസ്രായേലിനെ മാത്രം വെച്ച് ചെയ്യിപ്പിച്ചാൽ മതി എന്നാണ് തീരുമാനം. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ഈ മെസ്സേജ് കൺവേ ചെയ്യും അമേരിക്കയുടെ ഉള്ളിൽ നിന്ന്. ഇത് പെന്റഗനുമായിട്ട് ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നത്. In a rare show of bipartisan unity, Democratic Congressman Josh Gottheimer of New Jersey and Republican Congressman Mike Lawler of New York have introduced legislation that could allow Israel to receive B-2 stealth bombers and GBU-57 bunker-busting bombs from the United States. The bill, dubbed the Bunker Buster Act, would authorize President Donald Trump to make the transfer only if Iran is found to be continuing its pursuit of nuclear weapons, despite recent U.S. airstrikes targeting key Iranian nuclear facilities in Fordo, Natanz, and Isfahan. If passed, the legislation would give Israel access to a level of operational capability never before shared with a foreign nation, though not permanent ownership of the bombers or weapons. As of 2024, the U.S. maintains just 24 active B-2 aircraft, known for their long-range precision and stealth. Congressman Gottheimer said the move is necessary to ensure Israel can defend itself and to prevent Iran from rebuilding its nuclear infrastructure. അത് അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത്, യെസ്, ഞങ്ങൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, US-ന്റെ ആക്രമണത്തിലും ഇസ്രായേലിന്റെ ആക്രമണത്തിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അവരുടെ ആക്രമണം എത്ര ഭീകരമായിരുന്നു എന്നുള്ളത് പുറം ലോകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ ക്ലിപ്പ് വിട്ടിട്ടുണ്ട്. ആ ഒറ്റ ക്ലിപ്പിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭീകരമായ ആക്രമണം, ഇറാനുണ്ടായ നഷ്ടം ചെറുതല്ല. അത് ഒറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ രീതിയിൽ ഇമ്പാക്റ്റ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇറാന്. പക്ഷേ ഇതിൽ ഞങ്ങൾ തളരില്ല, ഞങ്ങൾ അതിശക്തിയായിട്ട് തിരിച്ചു വരും എന്നാണ് അബ്ബാസ് അറക്ചി പറഞ്ഞു വെക്കുന്നത്. അത് ഏതൊരു രാജ്യവും പറയുന്ന ഡയലോഗ് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ ഇറാൻ ഏതാണ്ട് 15 മുതൽ 20 വർഷത്തേക്ക് ഇറാൻ പിന്നോട്ട് തള്ളപ്പെട്ടിരിക്കുന്നു. അതാണ് വസ്തുത. അതുകൊണ്ട് US-ന്റെ ഈ ഒരു വാണിംഗ്, അതായത് ഈ പൗരന്മാർക്ക് കൊടുക്കുന്ന വാണിംഗ്, അതായത് നിങ്ങൾ ഇറാഖിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്ന വാണിംഗ് ആണ് ഇറാനെ കൊണ്ട് ഈ എയർ സ്പേസ് ഒന്ന് അടച്ചിടാൻ തീരുമാനമെടുപ്പിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ ഒരിക്കലും ആ തീരുമാനം എടുക്കില്ലായിരുന്നു. പക്ഷേ ഇറാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക അവർ ഒരുമിച്ച് ഒരു ഓപ്പറേഷൻ കൂടി ഇറാൻ്റെ ഉള്ളിൽ നടത്തുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും അവർ നടത്തുന്നുണ്ട്. ഇവർ രണ്ടുപേർക്കും കുറച്ച് ടൈം കിട്ടിയതുകൊണ്ട് തന്നെ ഇസ്രായേലിനും അവർക്ക് അവരുടേതായിട്ടുള്ള യുദ്ധോപകരണങ്ങളൊക്കെ ശേഖരിക്കാനുള്ള ടൈമും കിട്ടി, ഇറാനും ഒരു സൈഡിൽ അവർക്കും റെഡിയാകാനുള്ള ഒരു ടൈം ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ഈ രണ്ടുപേരും കൂടി മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുന്നത് ഇനി കാണാൻ കഴിയും. ഇനി തുടർച്ചയായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ ഗാസയുടെ സീസ് ഫയറിലൊക്കെ ഒരു തീരുമാനമുണ്ടായി, നെതന്യാഹു അമേരിക്കൻ വിസിറ്റൊക്കെ ഒന്ന് തീർത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇറാനും ഇസ്രായേലും തമ്മിൽ വെല്ലുവിളികൾ തുടരും. വീണ്ടും ഒരു ആക്രമണത്തിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. കൂടുതൽ വാർത്തകൾക്കായി നമ്മളുടെ സെക്കൻഡറി ചാനലായിട്ടുള്ള ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്.